ഹായ്, ഇത് ഇന്നലത്തെ വ്ലോഗാണ് കേട്ടോ. വിഷുവിൻ്റെ അന്ന് രാവിലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല. അപ്പം ടിഞ്ചേട്ടൻ പറഞ്ഞു വാഴ കാണാൻ പോവാന്ന്. എൻ്റെ പൊന്നോ, എന്നാ അടിപൊളി മൂവിയാ. നമ്മൾ കണ്ടിരുന്ന സമയം പോണതേ അറിയില്ല. എല്ലാവരും എന്നെ ഗ്ലാമറായിരുന്നു എന്നറിയാം അതിൽ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര അടിപൊളി സിനിമയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും രാത്രി വന്നിട്ട് ടിഞ്ചർ പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് പള്ളിച്ചട്ടിമ്പി കാണാൻ പോകാമെന്ന് പറഞ്ഞു. ടിഞ്ചർ പൃഥ്വിരാജ് ഉള്ളതുകൊണ്ട് മാത്രം പോയതാണ്. പൃഥ്വിരാജിൻ്റെ ഒരു വലിയ ഫാനാണ് ടിഞ്ചേട്ടൻ. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ പോവാന്ന് ഓർത്തു. ഷോപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം രാത്രി അതിന് പോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു ദിവസം 2 സിനിമ കാണുന്നത്. അത് മാത്രമല്ല, ആദ്യത്തെ ദിവസം തന്നെ മൂവി കാണുന്നതും ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇന്നേ വരെ ഒരു സിനിമ ആദ്യത്തെ ഷോയ്ക്കൊന്നും പോയിട്ടില്ല. ആദ്യത്തെ ഷോയ്ക്കെന്നല്ല, ആദ്യത്തെ ദിവസം കണ്ടിട്ടില്ല. എല്ലാവർക്കും പാട്ട് ഇഷ്ടായോ? ഇഷ്ടപ്പെട്ട കൈയടിക്കോ? പോരാ 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 പോരാ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നമ്മുടെ പടം ഇന്ന് റിലീസായി. നമ്മുടെ ഈ ഒരു ഏരിയയിൽ ആദ്യമായിട്ട് തിയേറ്റർ വിസിറ്റ് വരികയാണ്. ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങളെ പോലത്തെ ആളുകൾ, ഫാമിലീസ് ഒക്കെ നാളെ ഇതുപോലെ ഹൗസ്ഫുൾ ഷോസും ഇതുപോലെ ഇങ്ങനെ ഹൗസ്ഫുൾ ഷോസിൽ കണ്ടാൽ മാത്രമേ നമുക്ക് സമാധാനമുള്ളൂ. കാരണം നല്ല റെസ്പോൺസസ് വരുന്നുണ്ട്. ഫാമിലി ഓഡിയൻസ് ഒക്കെ ഭയങ്കര വെൽക്കമിങ് ചെയ്യുന്നതാ. ചേച്ചിയുടെ ചിരിയൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഭയങ്കരമായിട്ട് വെൽക്കമിങ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ പലതരത്തിലുള്ള നെഗറ്റീവ് റെസ്പോൺസസ് ഒക്കെ പല സൈഡിൽ അറ്റാക്ക് പോകുന്നു. നമ്മൾ മൈൻഡ് ആക്കുന്നില്ല. ഭയങ്കര പോസിറ്റീവ് ആയിട്ട് നമ്മുടെ ടീം ഇവിടെ ഉണ്ട്. സോ അവർ വൺ ആൻഡ് ഓൺലി ഡയറക്ടർ ഡിജോ ജോസ് ആന്റണി. പറയും അതെ, ശരിക്കും ഇഷ്ടപ്പെട്ടോ? ആരെയും കാണുന്നില്ല. ഓക്കെ ആണെങ്കിൽ എല്ലാരും 2 കൈ ഒന്ന് പൊക്കി കളിച്ചാൽ ടൊവിനോയ്ക്ക് ഷൂട്ട് ആയതുകൊണ്ടാണ് വരാത്തത്. അത് നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ വന്നിട്ടുണ്ട്. ഡയറക്ടറാണ് ഈ സിനിമ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത്, ഡിജോ ജോസ്. പടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഉള്ളിൽ എഴുതി കൊടുക്കാം കേട്ടോ. പിന്നെ ഇവരെല്ലാം നമ്മുടെ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരാണ്. ഈ രൂപത്തിൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ പള്ളിച്ചട്ടമ്മ മൂവി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വാഴ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. ടിൻചേട്ടൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. എനിക്ക് എന്തായാലും പള്ളിച്ചട്ടമ്മ മൂവി ഇഷ്ടമായില്ല കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഈ ഫോണും കൊണ്ട് തന്നെ യൂട്യൂബേഴ്സൊക്കെ ഇല്ലേ, അവരൊക്കെ ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. പിന്നെ അവസാനം കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ടൊവിനോൻ്റെ കൂടെ നടക്കുന്ന ഒരു പയ്യനുണ്ട്, അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതിൻ്റെ കേക്ക് മുറി ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കാണുകൊണ്ടാട്ടോ ഞാനതൊക്കെ വീഡിയോ എടുത്തത്. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.